മൃദുലവും അതിലോലവുമായ വസ്ത്രങ്ങൾ കൃത്യതയോടെ പിൻ ടക്കുകൾ കൊണ്ട് സംയോജിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ എപ്പോഴെങ്കിലും അതിശയിപ്പിച്ചിട്ടുണ്ടോ? വളരെ എളുപ്പത്തിൽ അതെങ്ങനെ സാധ്യമാകുമെന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതുവരെ നിങ്ങൾ ഊഹിച്ചില്ലെങ്കിൽ ഇതാ ഈ അധ്യായത്തിൽ ഉഷ ജെനോമി പിൻ ടക്കിംഗ് ഫുട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ ഫുട്ട് നിങ്ങളെ പരസ്പരം അകലം പാലിച്ച് ഒത്തുചേർന്ന സമാന്തരമായ പിൻ ടക്കുകൾ നിർമ്മിക്കുവാൻ സഹായിക്കും. ഈ ഫുട്ടിന്റെ സഹായത്താൽ നിങ്ങൾക്ക് സിമ്പിളായതോ കോഡഡായ പിൻ ടക്കുകളോ നിർമ്മിക്കാം. ഇതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉഷ ജെനോമി പിൻ ടക്കിംഗ് ഫുട്ട്, ട്വിൻ സൂചി, കോട്ടൺ കോഡ് നമ്പർ 250, 8x8 ഇഞ്ച് നീളമുള്ള തുണി, നിങ്ങൾക്കിഷ്ടമുള്ള നിറത്തിലുള്ള നൂലുകൾ, ഒരു ഫാബ്രിക് മേക്കർ, ഒരു അളവ് സ്കെയിൽ, കൂടാതെ ഒരു കത്രിക. തുണി കഷ്ണത്തിൽ 3 ഇഞ്ച് അകലത്തിനായി 2 സമാന്തര രേഖകൾ വരച്ചുകൊണ്ട് ആരംഭിക്കുക. രേഖയ്ക്കെതിരായുള്ള കോഡ് അളന്നതിന് ശേഷം ഒരു വശത്ത് അല്പം അകലം വിട്ട് മുറിക്കുക. ഇതാണ് പിൻ ടക്കിംഗ് ഫുട്ട്. ഫുട്ടിന്റെ തൊട്ടു താഴെയായി ഒന്നിലധികം ഗ്രൂവുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവ തുല്യമായ അകലത്തിൽ പിൻ ടക്കുകളുടെ 2 സമാന്തര ലൈനുകൾ നിർമ്മിക്കുവാൻ സഹായിക്കും. ആരംഭിക്കുവാനായി ആദ്യം തന്നെ ട്വിൻ സൂചി എടുക്കുക. ഒരു തലയും 2 കൂർത്ത മുനയുമുള്ള സൂചിയാണത്. നിങ്ങൾ ഇതിനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ പതിഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങളിൽ നിന്ന് അകലെയും സൂചിയുടെ ഉരുണ്ട ഭാഗം നിങ്ങളെ അഭിമുഖീകരിച്ചുമായിരിക്കും ഇരിക്കുക. ഇത് ശരിയായി ശ്രദ്ധിക്കുക. ഇപ്പോൾ നീഡിൽ ക്ലാമ്പ് സ്ക്രൂ ലൂസാക്കിയ ശേഷം സൂചി താഴേക്ക് വലിക്കുക. ഇപ്പോൾ സൂചിയുടെ ഉരുണ്ട വശം നിങ്ങളിലേക്ക് തിരിച്ചുവെച്ച് ഇങ്ങനെ അകത്തേക്ക് കയറ്റുക. സ്ക്രൂ ടൈറ്റാക്കുക. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രസ്സിംഗ് ഫുട്ടിന് പകരം പിൻ ടക്കിംഗ് ഫുട്ട് വെച്ച് ഓണാക്കുക. ട്വിൻ സൂചി കോർക്കാനായി 2 നിറത്തിലുള്ള നൂലുകൾ നമുക്ക് എടുക്കാം. 2 സ്പൂൾ പിന്നുകളും മുകളിലേക്ക് എടുത്ത് 2 വ്യത്യസ്ത നൂലുകൾ കോർക്കാം. ഇനി മെഷീനിൽ നൂല് കോർക്കാനായി 2 നൂലുകളും ഒരുമിച്ച് ഗൈഡിലൂടെ പുറത്തേക്ക് എടുക്കാം. സൂചിയുടെ കണ്ണുകളിൽ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ ചെയ്യുന്നത് പോലെ അവ 2ആയി തിരിച്ച് ഒന്ന് ഇടതുവശത്തെ ഹൂക്കിലൂടെയും മറ്റേത് വലതുവശത്തുകൂടെയും എടുക്കുക. നൂലിന്റെ അറ്റം മുറിച്ച ശേഷം ട്വിൻ സൂചിയിൽ കോർക്കാനായി ഓരോന്നായി സൂചിയുടെ കണ്ണിൽ കോർക്കുക. പിൻ ടക്കുകൾ നിർമ്മിക്കുവാനുള്ള നിങ്ങളുടെ മെഷീൻ തയ്യാറായിരിക്കുന്നു. അടുത്തതായി തുണിയിലുള്ള വരയുമായി ഫുട്ടിന്റെ അകലം പാകപ്പെടുത്തിയ ശേഷം തുണി ഫുട്ടിന്റെ താഴെ വയ്ക്കുക. ശേഷം പ്രസ്സർ ഫുട്ട് താഴേക്കാക്കുക. നിങ്ങളുടെ മെഷീൻ സെറ്റിംഗുകൾ പാകപ്പെടുത്തുക. നൂലിന്റെ ടെൻഷൻ ഇതുപോലെ കൂട്ടുക. പാറ്റേൺ സെലക്ടർ ഉപയോഗിച്ച് മെഷീൻ A സ്റ്റിച്ചിലേക്ക് മാറ്റുക. കൂടാതെ സ്റ്റിച്ച് നീളം 2 ആക്കുക. മെല്ലെ സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിച്ചുകൊണ്ട് സുന്ദരമായ പിൻ ടക്കുകൾ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിനി മറ്റൊരെണ്ണം പരീക്ഷിക്കാം. ഈ 2ാമത്തെ ഗ്രൂവ് കണ്ടോ? കുറച്ച് അകലത്തിലുള്ള പിൻ ടക്കുകൾ നിർമ്മിക്കുവാനായി നടുക്കൊരു ഗ്രൂവ് വിട്ടുകൊണ്ട് പിൻ ടക്കുകളുടെ അടുത്ത ലൈൻ നമുക്ക് ഈ ഗ്രൂവിലൂടെ നിർമ്മിക്കാം. തിരഞ്ഞെടുത്ത ഗ്രൂവിന് മുകളിലായി തുണി നിരത്തിയ ശേഷം തയ്യൽ ആരംഭിക്കുക. പിൻ ടക്കുകളുടെ ശ്രേണി നിർമ്മിക്കുവാനായി പ്രധാന പിൻ ടക്കിനെ പിന്തുടർന്നു വരുന്ന ഫുട്ടിലെ അവസാന ഗ്രൂവ് ഉപയോഗിക്കാം. തുണി ശരിയായി മുകളിൽ വെച്ച ശേഷം മെല്ലെ തയ്യൽ ആരംഭിക്കാം. ഇവയാണ് സിമ്പിൾ പിൻ ടക്കുകൾ. 3D എഫക്റ്റ് ലഭിക്കുവാനായി നമുക്ക് കോഡഡ് പിൻ ടക്കുകൾ എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ഇതിന് ഒരു സ്റ്റെപ്പ് അധികമുണ്ട്. നിങ്ങൾ വരച്ച മറ്റൊരു രേഖയ്ക്ക് അനുസൃതമായി ഇതിൽ തുണിയുടെ പിന്നിലായി കോഡ് വെക്കേണ്ടതായി ഉണ്ട്. ഫുട്ടിനടിയിൽ തുണി വെക്കുമ്പോൾ കോഡ് തുണിയുടെ നടുക്ക് തന്നെ ആണോ എന്നും ഉറപ്പായിട്ടാണോ പിടിച്ചിരിക്കുന്നതെന്നും തിട്ടപ്പെടുത്തുക. മെല്ലെ തുണിയുടെ അവസാനം വരെ തയ്ക്കാൻ തുടങ്ങുക.
തയ്ച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോഡും നൂലും മുറിച്ചു മാറ്റുക. കോഡ് താനെ പിന്നിൽ അറ്റാച്ച് ആയിട്ടുണ്ടാകും. പലതരം ഗ്രൂവുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത അകലത്തിലുള്ള 2 തരം പിൻ ടക്കുകൾ നിർമ്മിക്കാൻ നിങ്ങൾ പ്രാപ്തരായി കഴിഞ്ഞു. അതുകൂടാതെ പിൻ ടക്കുകൾ ഉപയോഗിച്ച് കോഡുകൾ നിർമ്മിക്കുവാനും പഠിച്ചു. പിൻ ടക്കുകൾ വളരെ അത്ഭുതകരമായ ഒന്നാണ്. നേരെയോ ചരിഞ്ഞോ ഉള്ള രേഖകളിൽ അവ വളരെ കലാപരമായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ തുണികളും ഇതുപയോഗിച്ച് വളരെ മനോഹരമാക്കാം. പ്ലെയിൻ തുണികൾ ഭംഗിയാക്കുവാൻ ഇവ കൊണ്ട് സാധിക്കും. പിൻ ടക്കിങ്ങിന്റെ പലതരം പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ വെല്ലുവിളിക്കൂ. അതോടൊപ്പം തന്നെ ഇതുപയോഗിച്ച് ഈ യാത്രയിലൂടെ അതിന്റെ ഫലവും ആസ്വദിക്കൂ.